ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 47-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ജയദേവൻ പതിയെ ആമികയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവളുടെ തോളിൽ സ്നേഹത്തോടെ കൈവച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വലിയൊരു ആത്മവിശ്വാസം ജ്വലിക്കുന്നുണ്ടായിരുന്നു. മോളെ, എനിക്ക് മനസ്സിലാകും നിന്റെ ഉള്ളിലെ ആകുലത. ഈ കേസിൻ്റെ തീവ്രതയും ദുരൂഹതകളും അന്വേഷണ ഉദ്യോഗസ്ഥനെ തളർത്തുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ സത്യം പുറത്തു കൊണ്ടുവരാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നേക്കാൾ മിടുക്കുള്ള മറ്റൊരു ഉദ്യോഗസ്ഥയില്ല. അദ്ദേഹം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ശബ്ദത്തിന് ഗൗരവം നൽകി തുടർന്നു. വികാരങ്ങൾ മനുഷ്യ സഹജമാണ്. പക്ഷേ നിന്നെപ്പോലൊരു പെൺകുട്ടി ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല. ഒരു കാര്യം നീ മറക്കരുത്. നോവ നിനക്ക് വെറുമൊരു കേസല്ല. അവൾ നിന്റെ അനുജത്തിയായിരുന്നു. നിന്നെപ്പോലെ മറ്റാരും അവളെ ഇത്രമേൽ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നിലുമേറെ ആത്മാർത്ഥത ആർക്കും ഈ കേസിൽ കാണിക്കാനും കഴിയില്ല. നീ തളർന്നാൽ അവൾക്ക് നീതി തേടി മറ്റാര് വരും? അതെ, ഇത് കേവലം ഒരു ഔദ്യോഗിക കൃത്യനിർവഹണമല്ല, ഒരു സഹോദരിയുടെ കടമ കൂടിയാണ്. മനസ്സ് പറയുമ്പോൾ അവൾ ദീർഘനിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കാൻ ശ്രമിച്ചു. നിന്റെ ഉള്ളിലെ വേദനയെ നിന്റെ ആയുധമാക്കൂ. അവൾക്ക് നീതി നേടിക്കൊടുക്കാൻ നീ പൊരുതുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മാവ് തന്നെ നിനക്ക് കരുത്തേകും. ഈ യുദ്ധത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഞാനുമുണ്ട് നിന്റെ കൂടെ, ജയദേവൻ പറഞ്ഞു നിർത്തി. ജയദേവൻ്റെ ആ വാക്കുകൾ ആമികയുടെ ഉള്ളിലെ മരവിപ്പിനെ മാറ്റിമറിച്ചു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ പതുക്കം മുറുകി. അപ്പോഴേക്കും വർഷയെ മുറിയിലാക്കി തളർന്നു വിറയ്ക്കുന്ന ചുവടുകളോടെ റാംസാർ അവിടേക്ക് കടന്നു വന്നു. വല്ലാത്തൊരു തളർച്ചയോടെ അദ്ദേഹം ആമികയുടെ അടുത്തേക്കിരുന്ന് അവളുടെ കൈകളെ മുറുകെ പിടിച്ചു. പിന്നെ ഇടറിയ ശബ്ദത്തിൽ സാവധാനം പറയാൻ തുടങ്ങി. മോളെ, ഇന്നലെ അലോക് സാർ വിളിച്ചിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് നീയാണെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിര് നിന്നാലും എൻ്റെ മോൾക്ക് നീതി വാങ്ങിക്കൊടുക്കാതെ നിനക്ക് വിശ്രമിക്കാനാകില്ല എന്നെനിക്കറിയാം. അത്രമേൽ നീ അവളെ സ്നേഹിച്ചിരുന്നല്ലോ. ആ വാക്കുകൾ കേട്ടതും ആമികയുടെ നിയന്ത്രണം വിട്ടു. അങ്കിൾ, ആ ഒരൊറ്റ കാരണം മാത്രമാണ് എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. എൻ്റെ നോവ. വല്ലാത്തൊരു വിതുമ്പലോടെ ആമിക അദ്ദേഹത്തിൻ്റെ കൈകളെ മുറുകെ പിടിച്ച് കണ്ണീർ വാർത്തു. റാംസാർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൃഢസ്വരത്തിൽ പറഞ്ഞു, നോ മോളെ, ഈ കേസ് നീ തന്നെ അന്വേഷിക്കണം. കാരണം ഏറ്റവും ആത്മാർത്ഥമായി എൻ്റെ മകളെപ്പറ്റി അന്വേഷിക്കാൻ നിനക്കേ സാധിക്കൂ. പിന്നെ ഞാനും VRS എടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. ആദ്യം എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി ആരാണോ അയാളെ കണ്ടുപിടിക്കണം. ഇനി എല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. അല്പം നേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം അടുത്തുണ്ടായിരുന്ന ഒരു വാതിലിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, മോൾക്ക് നോവയുടെ റൂം കാണണ്ടേ? മോൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അവിടെ തന്നെയുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും, അവളുടെ ഫോൺ ഉൾപ്പെടെ. റാംസാറിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ എന്നതുപോലെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നോവയുടെ മുറിയിലേക്ക് നടന്നു. നോവയുമായി നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അവളുടെ മുറിയിലേക്ക് കടക്കാനുള്ള അവസരം ആമികയ്ക്ക് ലഭിച്ചിരുന്നില്ല. അവൾ ചുറ്റും കണ്ണോടിച്ചു. ആഡംബരങ്ങൾ നിറഞ്ഞ വലിയൊരു മുറി. ഭിത്തിയിൽ പലയിടങ്ങളായി പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ. അതിനെല്ലാറ്റിൻ്റെയും ഒത്ത നടുവിലായി തൻ്റെ കവിളിൽ മുഖം ചേർത്ത് വെച്ച് ഒരുപാട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന നോവയുടെ മുഖം. ആ കാഴ്ച ആമികയുടെ ഉള്ളിൽ ഒരു തീരാവേദനയായി അലയടിച്ചു. ഈ മുറിയിലെ നിശബ്ദതയിൽ നോവയുടെ ശബ്ദം തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഐ ലവ് യു ചേച്ചിക്കുട്ടി. ഫ്രെയിം ചെയ്തു വെച്ച ആ വലിയ ഫോട്ടോയുടെ താഴെ സ്വന്തം കൈപ്പടയാൽ ഒട്ടിച്ചു വെച്ച ആ വരികൾ ആമികയെ നിശ്ചലയാക്കി. നോവയ്ക്ക് തന്നോടൊരിഷ്ടമുണ്ടായിരുന്നു എന്നല്ലാതെ തന്നെ അവൾ ഇത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവളുടെ മരണശേഷമുള്ള ഈ വരവ് വേണ്ടി വന്നല്ലോ എന്ന തിരിച്ചറിവ് ആമികയുടെ ഹൃദയത്തെ പിളർന്നു. കുഞ്ഞിൻ്റെ ലോകത്തിൽ തൻ്റെ സ്ഥാനം എത്രത്തോളം വലുതായിരുന്നുവെന്ന് ആ ചിത്രം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആലോചനകളിൽ അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. തളർന്ന മനസ്സോടെ അവൾ നോവയുടെ പുസ്തകങ്ങൾക്കിടയിൽ എന്തിനോ വേണ്ടി തിരഞ്ഞു. പാതി എഴുതി മടക്കി വെച്ച ആ നോട്ട്ബുക്ക് കയ്യിലെടുക്കുമ്പോൾ അവളുടെ വിരലുകൾ വിറച്ചു. ചേച്ചി, എനിക്ക് ഡയറി ഇഷ്ടമല്ല. അത് വേറെ ആരുടെയോ സൃഷ്ടിയല്ലേ. ഒരു നോട്ട്ബുക്ക് വാങ്ങി അതിലെന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുമ്പോൾ അത് നമ്മുടെ തന്നെയാവും. അതിലെ തീയതികൾ പോലും നമ്മുടേതാകണം. ഒരിക്കൽ നോവ പറഞ്ഞ ആ വാക്കുകൾ ആമികയുടെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു.
പേജുകൾ മറിച്ച ആമികയുടെ കണ്ണുകൾ അവസാനത്തെ കുറിപ്പിലുടക്കി. ഒരാണിനും പെണ്ണിനെ സഹോദരിയോ മകളോ മാത്രമായി കാണാനാകില്ല. അങ്ങനെയാണെന്ന് എത്ര പറഞ്ഞാലും അങ്ങനെയല്ലെന്ന് എന്നെങ്കിലുമൊക്കെ അവൻ തെളിയിക്കും. പെണ്ണ് ശരീരം മാത്രമാണ്, ആണിന് ഭോഗിക്കാനുള്ള വെറും ശരീരം മാത്രം. അതിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള വ്യത്യാസമില്ല. ഈ വരികൾ ആമികയെ വല്ലാതെ ഭയപ്പെടുത്തി. പേജുകൾ പുറകോട്ട് മറിച്ചപ്പോൾ റാംസാറിനെ ഉദ്ദേശിച്ചുള്ള ആ ഞെട്ടിക്കുന്ന വരികൾ വീണ്ടും അവളെ തകർത്തു. സോറി ഡാഡി, ഞാനിന്ന് ഡാഡിയുടെ പിസ്റ്റൾ കൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇത്ര ഭീരുവാകുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആമികയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ മകളായിരുന്നിട്ട് കൂടി ആ കുഞ്ഞനുഭവിക്കേണ്ടി വന്ന മാനസികമായ സംഘർഷം അതിത്ര വലുതായിരുന്നോ? പണവും ആഡംബരങ്ങളും വേണ്ടത്ര സുരക്ഷയും എല്ലാം ഉണ്ടായിരുന്നിട്ടും കൂടി അവൾ സുരക്ഷിതയായിരുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയല്ലേ ഈ വരികൾ? പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ആ സെൽഫോൺ കയ്യിലെടുക്കുമ്പോൾ ആമികയുടെ വിരലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്ക്രീനിൽ അപ്പോഴും പകുതിയോളം ചാർജ് അവശേഷിക്കുന്നുണ്ട്. മരണം സംഭവിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഫോൺ പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. ആ ഫോണിലെ വിവരങ്ങളിൽ എന്തിനു വേണ്ടിയോ അവൾ തിരഞ്ഞു. അവസാനമായി നോവ വിളിച്ച ആ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവൾ പകച്ചു നിന്നു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. ആ വാക്കുകൾ അവളുടെ കാതിൽ അലയടിക്കുമ്പോൾ പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് പിന്നിൽ നിന്നും റാംസാറിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത്. അവൾ വല്ലാത്തൊരു ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. മോളെ, എന്തെങ്കിലും സഹായം വേണോ? ആമിക ഒന്ന് പതറിയെങ്കിലും തന്ത്രപൂർവം അത് മറച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ല അങ്കിൾ, നോവക്കുട്ടിയുടെ സാധനങ്ങളൊന്ന് പരിശോധിച്ചതാണ്. അങ്കിൾ, നോവക്കുട്ടിക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ആരുമായെങ്കിലും അവൾക്ക് വല്ല അടുപ്പമോ മറ്റോ? തൻ്റെ ആ ചോദ്യത്തിൽ റാംസാറിൻ്റെ കണ്ണുകളിൽ ഒരു മിന്നായം പോലെ ഭയം മിന്നിമറിഞ്ഞുവോ? അതോ അത് സങ്കടം തന്നെയാണോ? ആമികയുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിറയുമ്പോൾ അദ്ദേഹം കസേരയിലേക്ക് തളർന്നിരുന്നുകൊണ്ട് മുഖം താഴ്ത്തി പറഞ്ഞു. കുറച്ച് നാളുകളായി അവൾ എന്തോ സങ്കടത്തിലായിരുന്നുവെന്ന് വർഷ പറഞ്ഞത് ഓർക്കുന്നു. പക്ഷേ അതിലൊരു പ്രണയമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ആദ്യം പറയുന്നത് എന്നോട് തന്നെയായിരിക്കും. എന്തു ചെയ്യാനാ, എല്ലാം എൻ്റെ വിധി. ജോലിയുടെ തിരക്കിൽ അവളോടൊന്ന് സംസാരിക്കാനോ അവളുടെ കാര്യങ്ങൾ തിരക്കാനോ എനിക്ക് സമയമില്ലാതായിപ്പോയി. എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അത് പ്രത്യേകിച്ചൊന്നുമില്ല അങ്കിൾ. കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം 1 മാസത്തിന് മുൻപ് ഞാൻ അവളെ കണ്ടിരുന്നു. അന്ന് അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു എന്ന് സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റാംസാറിൻ്റെ മറുപടിക്കായി ആമിക കാതോർത്തു. ആ മുറിയിലെ വായു പോലും തണുത്തുറയുന്നത് പോലെ അവൾക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവമാറ്റങ്ങളും ആമിക തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.